ബുധനും കുജനും രാശി മാറിയില്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിരനിരയായിട്ട് ഇങ്ങനെ ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് കുജൻ ശനിദൃഷ്ടിയിലോട്ട് വന്നതുകൊണ്ടാണ്. കുജൻ ഗണ്ഡാന്തത്തിൽ നിന്നല്ലേ മാറിയത്, അതും കൊണ്ടും കൂടിയാണ്. നമ്മൾ 7 ദിവസത്തെ പ്രവചനമായിരുന്നു ഇട്ടിരുന്നത്. ഇനി ഒരു ദിവസവും കൂടി ഉണ്ട്. പഠിക്കുവാനുള്ള ഗ്രഹസ്ഥിതികൾ ഒരുപാടുള്ളത് കൊണ്ടാണ് വീണ്ടും ഇടുന്നത്. ഇനി അടുത്ത വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ, ഏറ്റവും എടുത്തെടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളിലൊക്കെ സൂക്ഷിക്കണം. പിന്നെ ഈ മ്യൂസിക് ഇവൻ്റെന്ന് പറഞ്ഞ് അത് എക്സ്പെക്റ്റ് ചെയ്ത് അത് വളരെ മുമ്പ് തന്നെ സംഭവിച്ചിരുന്നു അങ്ങനെ ഒരു കാര്യം. അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അതേപോലെ സംഭവിച്ചു. മറ്റൊരു എടുത്ത് പറയത്തക്ക സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു ഡോക്ടറിന് വലിയൊരു കൈപ്പഴ പറ്റി. ചെറിയതല്ല, നമ്മളങ്ങ് അവോയ്ഡ് ചെയ്താലും വലിയൊരു കൈപ്പഴ പറ്റി. ഇടത്ത് കണ്ണിന് പകരം വലത്ത് കണ്ണ് അതിനകത്ത് മരുന്നൊഴിച്ച് ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയെന്ന്. അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് സംഭവിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. പിന്നെ ഈ യുദ്ധത്തിൻ്റെ കാര്യമായാൽ ഈ കുജൻ്റെ തീവ്രത ആ യുദ്ധത്തിലും പ്രകടമായി. ഇതിനിപ്പോൾ കാള അമൃതയോഗം അവസാനിച്ച കണക്കാണ്. എന്താണെന്ന് വെച്ചാൽ, കുജൻ കേതുവിനൊപ്പം വന്ന് ഏതെങ്കിലും ഒരു ഗ്രഹം കേതു നിൽക്കുന്ന രാശിയിലോ രാഹു നിൽക്കുന്ന രാശിയിലോ വരികയാണെങ്കിൽ കാളസർപ്പദോഷം ഇല്ലെന്നാണ് പറയുന്നത്. അതുപോലെ ചന്ദ്രനും വെളിയിലാണ്. പക്ഷേ അതിലും വലിയ ഒരു യോഗമാണ് ഈ പിശാച യോഗം എന്ന് പറയുന്നത്. കുജൻ കേതുവിനൊപ്പോ രാഹുവിനൊപ്പോ വരുമ്പോഴുള്ള യോഗമാണ് ഈ പിശാച യോഗം. അല്ലാതെ ഗ്രഹസ്ഥിതികൾ ഉണ്ടെങ്കിൽ പ്രധാനപ്പെട്ടത്. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോണേ. നേരത്തെ ഒരു ജാതകം ഇട്ടിട്ട് ഈ ജാതകന് ഇതൊക്കെ സംഭവിക്കുമെന്നും പറഞ്ഞ് ഇട്ട ജാതകം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ജാതകമാണ്. അപ്പോൾ ഇന്ത്യയുടെ ജാതകവും ഏകദേശമൊക്കെ ഒരുപോലെയല്ലേ? പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ തീവ്രത കുറയ്ക്കത്തക്ക രീതിയിലുള്ള പ്രാർത്ഥനകൾ അമ്പലങ്ങളിലൊക്കെ പൂജകളും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് തീവ്രത കുറഞ്ഞു, അവർക്ക് തീവ്രത കൂടിയും ഇരിക്കുന്നത്. ഇപ്പോഴും ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ്. ബുധൻ ഗുരുവിനൊപ്പം വന്നെങ്കിലും ഗുരുവും ബുധനും ഇപ്പോൾ ശനിയുടെ ദൃഷ്ടിയിലാണ്. രാശി ദൃഷ്ടി എന്ന് പറയും. അതിൻ്റെ എഫക്റ്റ് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് വിഡ്ഢിത്തങ്ങളൊക്കെ വിളിച്ചു പോവുകയാണെങ്കിൽ, ആൾക്കാർ വിളിച്ചു പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ആ പ്രഭാവം. അതുപോലെ ഇപ്പോൾ ബിസിനസ്, ഇപ്പോൾ ഈ തർക്കങ്ങളൊക്കെ നടക്കുന്നില്ലേ, അതുമൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ബുധന് ഈ ശനി ദൃഷ്ടിയിൽ ഉള്ളതിൻ്റെ ഒരു അപാകതയാണ് അതെല്ലാം. ഈ കുജൻ ശനിയെ ദൃഷ്ടി ചെയ്യുമ്പോഴാണ് ഈ ഭൂകമ്പങ്ങൾ, മണ്ണിടിച്ചിലുകൾ, അതുപോലെയുള്ള വലിയ വലിയ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കാണുന്നത് സായിബാബയുടെ ഒറിജിനൽ ഫോട്ടോ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇവിടുത്തെ ഒരു അമ്പലമാണ്. ഹൈദരാബാദിലെ കുക്കടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു അമ്പലമാണ്, പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹനുമാൻ സ്വാമിയുടെയും അയ്യപ്പ സ്വാമിയുടെയും ദേവിയുടെയും അമ്പലങ്ങളാണ് ഇവ. എന്താണ് വേറെ വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ ആരും കാണുന്നില്ല, അതുകൊണ്ടാണ് ഈ അമ്പലങ്ങളെക്കുറിച്ച് ഇപ്പോൾ വീഡിയോ ഇടാത്ത. ഇവിടുത്തെ അമ്പലങ്ങളെക്കുറിച്ച് നമ്മൾ ഡേറ്റ് സഹിതം പറഞ്ഞാലും അത് അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ ആളുകൾക്ക് ഇച്ചിരി പ്രയാസമുള്ളതുപോലെയുണ്ട്. കുഴപ്പമില്ല, ഭഗവാനല്ലേ തീരുമാനിക്കട്ടെ. കാലപുരുഷൻ്റെ ലഗ്നത്തിൽ ശുക്രൻ ഉള്ളത് വലിയ കുഴപ്പമില്ല. പക്ഷേ മാരക സ്ഥാനാധിപതിയാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളില്ലേ, കുജന് അനുബന്ധിച്ചുള്ള സംഭവങ്ങൾ കൂടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കഴിയുന്നത്ര നമ്മൾ പ്രാർത്ഥനയോടുകൂടി മാത്രം വീട്ടിൽ നിന്നും ഒക്കെ ഇറങ്ങുമ്പോൾ, എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ നല്ലതുപോലെ പ്രാർത്ഥിച്ചിട്ട് വേണം ഇറങ്ങാൻ. ഏതൊക്കെ രാശിക്കാരാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പലരും ഇങ്ങനെ വാരഫലമൊക്കെ ഇടത്തില്ലേ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണം. നമ്മൾ വാരഫലമൊക്കെ ഇടാൻ ശ്രമിക്കുന്ന എന്താണ്, ഇത്രയും വലിയ കുഴപ്പം പിടിച്ച ഒരു ഗ്രഹസ്ഥിതികളുള്ള സമയമായതുകൊണ്ട് നമ്മൾ വാരഫലം ഇടാൻ ശ്രമിക്കുന്നതാണെന്ന് ഇച്ചിരി ദുഷ്കരമായ പ്രവൃത്തി ആയതുകൊണ്ടാണ് ഇടാത്തത്. കൊറോണ വ്യാപനമൊക്കെ ഇപ്പോൾ കൂടുന്നുണ്ടെങ്കിലും നമ്മൾ നോക്കിയിട്ട് അങ്ങനെയുള്ള അസുഖങ്ങളല്ല ഇപ്പോൾ കൂടാൻ ചാൻസ്. ഈ പോക്സ് പോലെയുള്ള അസുഖങ്ങളില്ലേ, ഇങ്ങനെ പുള്ളി വരുന്ന അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ കൂടാനാണ് ചാൻസ് കൂടുതൽ ഈ കേതു യോഗം വന്നതുകൊണ്ട്. പക്ഷേ മിഥുനൻ രാശിയിൽ ഗുരുവും ബുധനും ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ട്, ബുധൻ ബാധാധിപതിയല്ലേ, 3ൻ്റെയും 6ൻ്റെയും അധിപതിയാണ്. 6ാം ഭാവാധിപതി 3ൽ നിൽക്കുന്നു. അത് തൊണ്ട സ്ഥാനത്തൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇങ്ങനെ വ്യാപിക്കുന്നത്.
കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. പിന്നെ വലിയ ആഡംബര കെട്ടിടങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞിരുന്നു. അതൊന്നും സംഭവിച്ചില്ല. വലിയ വെള്ളപ്പൊക്കങ്ങളൊക്കെ ഉണ്ടായി, വലിയ നാശനഷ്ടങ്ങളൊക്കെ വന്നെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ ആഘോഷങ്ങൾ വരുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ഈ ആഘോഷങ്ങൾ അവിടെ നടക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. ശനി ദൃഷ്ടിയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ശനിക്ക് കുജദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മലഞ്ചരിവുകൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെല്ലാം അങ്ങ് ഒഴിവാക്കണം. ഭൂമി സംബന്ധമായ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ, മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകത്തില്ലേ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ എന്താണെന്ന് വെച്ചാൽ വലിയ തീവ്രമായിട്ട് തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിരനിരയായിട്ടാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പഴയ കെട്ടിടങ്ങളുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. സ്കൂൾ കുട്ടികൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. ബിസിനസ്സുകാർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. ഇടവൻ രാശിയിലോട്ട് അവിടെ സൂര്യൻ നിൽക്കുകയില്ലേ, അവിടോട്ട് ശനിദൃഷ്ടി ഉള്ളത് കൊണ്ട് രാഷ്ട്രീയത്തിലുള്ളവരും വളരെയധികം സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഈ ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരുമായിട്ട് ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നില്ലേ, അത് മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരുമായിട്ടും. അത് ഈ ഒരു ദൃഷ്ടി കാരണമാണ് കൂടുതലും സംഭവിക്കുന്നത്. ശനി രവിയെ നോക്കുന്നുണ്ട്, ബുധനെ നോക്കുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ, രാഷ്ട്രീയക്കാർ ഇവരുമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇനിയും കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. പിന്നെ ചന്ദ്രൻ വൃശ്ചികം രാശിയിൽ വരുമ്പോൾ വിഷയോഗം അത് കുറച്ച് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്നും സൂക്ഷിച്ചോണം. വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. കാരണം ഉച്ചക്കേതു യോഗത്തിലാണ് യോഗം. അതുകൊണ്ട് ഈ യുദ്ധമുഖത്തൊക്കെ യുദ്ധങ്ങളൊക്കെ വളരെയധികം കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് വലിയ വലിയ ആയുധങ്ങളൊക്കെ തീയുമായിട്ട് ബന്ധപ്പെട്ടവയൊക്കെ പ്രയോഗിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് കുജൻ വെച്ചാണ് ഈ പറയുന്നത്. ശനി ജലരാശിയിലല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജലത്തിൽ പോകുന്ന വാഹനങ്ങളും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വലിയ വലിയ വാഹനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ബുധൻ രാഹു വായുരാശിയിലല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വായുവിൽ പോകുന്നതും സൂക്ഷിക്കണം. അതായത് എല്ലാ മേഖലയിലും വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണിത്. കഴിഞ്ഞ പ്രവചനത്തിൽ നിന്ന് നമ്മൾ പഠിച്ച എന്താണെന്ന് വെച്ചാൽ, ആ കാളസർപ്പ അമൃതയോഗം ലോകത്തിന് ഒരു കുറച്ചൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് തന്നെയുണ്ട്. അല്ലെങ്കിൽ ഇതിലൊക്കെ വലിയത് സംഭവിച്ചതിന് അത് പ്രൊട്ടക്റ്റ് ചെയ്തു. മീൻസ് അത് അത്ര വലിയ കുഴപ്പം പിടിച്ച യോഗമല്ലായിരുന്നു ലോകത്തിന്. 6, 7, 8 തീയതികളിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം നമ്മൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഈ ഫാക്ടറികളൊക്കെ ഇല്ലേ, പടക്ക നിർമ്മാണശാലകൾ അങ്ങനെയൊക്കെയുള്ളതൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വീണ്ടും സംഭവിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ആവർത്തനം ഒഴിവാക്കാനായിട്ട് അതൊന്ന് കേട്ടോണേ. നമുക്ക് ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓം നമഃ ശിവായ.